2019 ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലാകോട്ട് പ്രദേശത്തെ ജാബ ഗ്രാമം. അവിടുത്തെ കർഷകനായ മുഹമ്മദ് ആദിൽ രാവിലെ ഞെട്ടി ഉണർന്നത് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടാണ്. പിന്നീട് തുടരെ ഭൂമി പിളരുമാറ് തുടർ സ്ഫോടനങ്ങൾ. ആദ്യം ഭൂമികുലുക്കമാണെന്ന് കരുതി വീടിന് പുറത്തിറങ്ങി ഓടിത്തുടങ്ങിയ ആദിലിനും കുടുംബത്തിനും പിന്നീടാണ് കാര്യം പിടികിട്ടിയത്. തങ്ങളുടെ ആകാശം നിറച്ച് ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ ഹുങ്കാര ശബ്ദമുയർത്തി പറക്കുന്നു. കുന്നിൻ മുകളിലെ റിസോർട്ടുകളിൽ അവ തീമഴ വർഷിച്ചു. ക്ഷണനേരം കൊണ്ട് തങ്ങളുടെ കർമ്മം പൂർത്തിയാക്കി പാഞ്ഞകന്ന ആ യുദ്ധവിമാനങ്ങൾക്കപ്പുറം ആ കുന്നിൻ മുകളിൽ കുറച്ച് ചാരക്കൂമ്പാരം മാത്രമേ അവശേഷിച്ചുള്ളൂ. ഇന്ത്യൻ വ്യോമസേനയുടെ കസ്റ്റമൈസ്ഡ് ഡിസാൾട്ട് മിറാജ് 2000 ഫൈറ്റർ ജെറ്റുകൾ വർഷിച്ച അഗ്നിനാളങ്ങളും GBE-12 എന്ന അമേരിക്കൻ നിർമ്മിത ലേസർ ഗൈഡഡ് ബോംബുകളുടെ പ്രഹരശേഷിയും ആ പ്രദേശത്തെ തന്നെ തച്ചു തകർത്തു. ഭാരതത്തിൻ്റെ അപ്രതീക്ഷിത പ്രഹരത്തിൽ ഞെട്ടിയാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം അന്ന് ഉറക്കമുണർന്നത് തന്നെ. ഈ സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2019 ഫെബ്രുവരി 14 ആദിൽ മുഹമ്മദ് ധർ എന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ്റെ മതഭ്രാന്തിൽ ഭാരതത്തിൻ്റെ 40 സൈനികർ എരിഞ്ഞടങ്ങുമ്പോൾ രാജ്യത്തിനുള്ളിലിരുന്ന് ആഹ്ലാദിച്ചവരുണ്ട്. അവരുടെ ഓർമ്മകളിലെല്ലാം ഓരോ ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴും പഴയതിനേക്കാൾ തകർച്ചയിലേക്ക് പോകുന്ന ഭാരതമായിരുന്നു. എന്നാൽ ആ കാലമൊക്കെ പണ്ടേ തീർന്നുവെന്ന് മനസ്സിലാക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. പുൽവാമ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പ്രസ്താവന ഇറക്കുമ്പോൾ, സാധാരണ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇന്ത്യ പ്രതികരിക്കുന്നത് പോലെ തന്നെയെന്ന് പാകിസ്ഥാനും കരുതി കാണണം. എന്നാൽ പുൽവാമയിൽ ഇല്ലാതായ 40 സൈനികരുടെ വീരമൃത്യു ഒരിക്കലും പാഴാകില്ല എന്ന മോദിയുടെ വാക്കുകൾ ഒരു തുടക്കമായിരുന്നു. സൈന്യത്തിന് അതിർത്തിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തിരിച്ചടി ശക്തമാക്കാൻ ആവശ്യപ്പെട്ട നരേന്ദ്രമോദി പക്ഷേ അണിയറയിലൊരുങ്ങുന്ന പലതും അന്ന് രഹസ്യമാക്കി വെച്ചു. പുൽവാമ ആക്രമണത്തിൻ്റെ പിറ്റേന്ന്, അതായത് ഫെബ്രുവരി 15 പ്രധാനമായും 2 ചർച്ചകൾ നടന്നു. ഒന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. ഇന്ത്യയുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിയാണ് CCS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ കമ്മിറ്റി. രണ്ടാമത്തേത് 3 സായുധ സേനകളുടെ തലവന്മാരും പ്രധാനമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും മാത്രമുള്ള മറ്റൊരു ചർച്ചയും. ആ ചർച്ചയിൽ സേനാ മേധാവികളോടും സുരക്ഷാ ഉപദേഷ്ടാവിനോടും ഒരൊറ്റ ചോദ്യം മാത്രമേ പ്രധാനമന്ത്രി ചോദിച്ചുള്ളൂ. പാകിസ്ഥാനുള്ള തിരിച്ചടി എങ്ങനെ വേണമെന്ന ഒരൊറ്റ ചോദ്യം. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ പാരാ കമാൻഡോകൾ പാകിസ്ഥാനിലെത്തി നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചുള്ള ഭയം നിമിത്തം സംഭവം കഴിഞ്ഞ ഉടനെ നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള മുഴുവൻ ഭീകരവാദ ക്യാമ്പുകളും ഉപേക്ഷിച്ച് പാക് അതിർത്തിക്കടുത്തുള്ള താവളങ്ങളിലേക്ക് പിൻവാങ്ങാൻ പാക് സൈന്യം ഭീകരരോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കരമാർഗമുള്ള തിരിച്ചടി ആ സാഹചര്യത്തിൽ അസാധ്യമായി മാറി. ആ അവസരത്തിൽ അങ്ങനെയൊരു ശ്രമം പ്രതീക്ഷിച്ചിരിക്കുന്ന പാകിസ്ഥാൻ സേനയ്ക്ക് ഭാരതത്തിൻ്റെ കുറച്ച് ജവാന്മാരെ കൂടി കുരുതി കൊടുക്കുന്ന നടപടിയായി മാറാനുള്ള സാധ്യത ഏറെയായിരുന്നു. പക്ഷേ അന്ന് വ്യോമസേനാ തലവൻ എയർ മാർഷൽ ബിരേന്ദർ സിംഗ് ധനോവ എത്തിയത് മറ്റൊരു പ്ലാനുമായിരുന്നു. നിയന്ത്രണ രേഖയിൽ നിന്ന് പിൻവാങ്ങിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ അവരുടെ ആസ്ഥാനം പോലെ തന്നെ തന്ത്രപ്രധാനമായ ബാലക്കോട്ടിലെ കേന്ദ്രത്തിലേക്കാണ് പോയത് എന്ന റോയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്പടിക്കുന്ന 5ഓളം ഭീകര കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങളും ആക്രമണ രീതികളും എയർ മാർഷൽ ധനോവ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിശദമാക്കി. ജെയ്ഷെ മുഹമ്മദ് തലവനും ലോകരാഷ്ട്രങ്ങൾ തിരയുന്ന ജിഹാദി ഭീകരനുമായ മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താവുമായ ഉസ്താദ് ലോറി എന്നറിയപ്പെടുന്ന മൗലാന യൂസഫ് അസറാണ് ബലാക്കോട്ടിലുള്ള ആഡംബര റിസോർട്ട് പോലെയുള്ള തീവ്രവാദ ക്യാമ്പിൻ്റെ മേധാവിയെന്നും ഭാരതത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു. എന്നാൽ അവിടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, ബാലാക്കോട്ട് എന്നത് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിനുള്ളിലുള്ള ഒരു പ്രവിശ്യയാണ്. പാക് അധിനിവേശ കാശ്മീർ പോലെ ഒരു തർക്ക പ്രദേശമല്ല, കൃത്യമായും പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ വരുന്ന ഒരു പ്രദേശമാണ് ബാലക്കോട്ട്. അപ്പോൾ ആ കേന്ദ്രത്തെ ആക്രമിക്കുക എന്നത് അത്യന്തം അപകടകരം തന്നെയാണ്. ആണവായുധ ശക്തിയായ പാകിസ്ഥാനിൽ കയറിയുള്ള തിരിച്ചടിയുടെ പ്രത്യാഘാതം എന്താവുമെന്ന് പേടിച്ചുറച്ച മുൻ സർക്കാരുകൾ കാണിച്ച അലസതയും നമ്മുടെ സ്വന്തം സൈന്യത്തിലുള്ള വിശ്വാസമില്ലായ്മയും പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായില്ല. ആക്രമണം നടത്തേണ്ടത്, യുദ്ധം ജയിക്കേണ്ടത് ശത്രുവിൻ്റെ മണ്ണിൽ തന്നെയാകണം എന്നത് ചാണക്യൻ്റെ യുദ്ധതന്ത്രമാണ്. ഈ ഒരു യുദ്ധതന്ത്രത്തിൽ 10 മടങ്ങ് വീര്യവുമായി തിരിച്ചടിച്ച ഭാരതത്തെയാണ് പിന്നീട് ലോകം കണ്ടത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 300-ലധികം ഭീകരരായിരുന്നു. ആ ദൗത്യം വിജയകരമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സേനാംഗങ്ങളിൽ ഒരാൾക്ക് പോലും ചെറിയ പോറൽ പോലും ഏറ്റില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മുംബൈ ഭീകരാക്രമണ സമയത്ത് സേനാ തലവൻ സമാനമായ രീതിയിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാൻ മുസാഫറാബാദിലെ ലഷ്കർ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്താനുള്ള പ്ലാനുകൾ തയ്യാറാക്കി 24 മണിക്കൂറിനുള്ളിൽ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA സർക്കാരിനെ സമീപിച്ചു. എന്നാൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ ആക്രമണ പദ്ധതികളെയും തള്ളിക്കളഞ്ഞു. അപ്പോഴാണ് രാജ്യമാണ് ആദ്യം, ബാക്കിയെല്ലാം അതിനു മുന്നിലൊന്നുമല്ല എന്ന ദൃഢപ്രതിജ്ഞയോടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനൊരു ദൗത്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഈ തീരുമാനത്തോടെ മറ്റൊന്നുകൂടി ശത്രു രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ 56 ഇഞ്ചിൻ്റെ നെഞ്ച് തന്നെ വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതുണ്ടെന്ന ഏറ്റവും അപകടകരമായ വസ്തുത തന്നെയാണ് ആ ബോധ്യം.